കാലത്ത് മഹിഷാസുരൻ എന്ന ഒരു ദുഷ്ടാസുരൻ ഉയർന്നു വന്നു. മഹിഷാസുരൻ ഘോര തപസ്സാൽ ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കി. ദേവന്മാരാൽ വധിക്കപ്പെടില്ലെന്നുള്ള വരം മഹിഷാസുരൻ നേടി. അതിശക്തനായി മാറിയ മഹിഷാസുരൻ ഭൂമിയിലാകെ നാശം വിധിച്ചു. മഹിഷാസുരൻ ദേവലോകവും വെറുതെ വിടില്ലെന്ന് ദേവന്മാർക്ക് മനസ്സിലായി. മഹിഷാസുരനെ പ്രതിരോധിക്കാൻ തങ്ങൾ ശക്തരല്ലെന്ന് ദേവന്മാർക്ക് അറിയാമായിരുന്നു. നാരദമുനി അവനെ സഹായിക്കാൻ മുമ്പോട്ട് വന്നു. നാരായണ നാരായണ, 33 കോടി ദേവന്മാരുടെയും തേജസ്സും ഓജസ്സും ചേർത്ത് ഒരു ദേവിയെ സൃഷ്ടിക്കുക. ആ ദേവിക്ക് മഹിഷാസുരനെ അടിയറവ് മറിക്കാൻ കഴിയും. നാരായണ നാരായണ. ഇപ്രകാരം നാരദമുനിയുടെ വാക്കുകൾ കേട്ട ദേവന്മാർ അതിന് തയ്യാറായി. വളരെ തേജോമയിയായ ദേവി പ്രത്യക്ഷയായി. അവർ ആ ദേവിയെ ചണ്ഡികാദേവി എന്ന് വിളിച്ചു. ചണ്ഡികാദേവി തന്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ യാത്രയായി. അഹങ്കാരത്താലും നാണക്കെടാലും ജ്വലിച്ച മഹിഷാസുരൻ ദേവിയെ കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു. മഹിഷിയുടെ കഠിന തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് മഹാവിഷ്ണുവാലും മഹാദേവനാലും വധിക്കപ്പെടില്ല എന്ന വരം മഹിഷിയുടെ ആഗ്രഹപ്രകാരം നൽകി. എന്റെ പ്രിയ ജ്യേഷ്ഠന്മാരെ വിധിച്ച ദേവന്മാരെ ഇനി ആര് രക്ഷിക്കുമെന്ന് എനിക്കറിയണം. എന്റെ പകത്തേക്ക് തുടങ്ങിയേ. ദേവന്മാരെക്കാൾ ശക്തിയായ മഹിഷി അഹങ്കാരത്താൽ മതിമറന്ന് ലോകം മുഴുവൻ ഭീകര താണ്ഡവമാടി. സഹോദരന്റെ മരണത്തിന് പകവീട്ടാൻ മഹിഷി ദേവലോകവും ആക്രമിച്ചു. ദേവന്മാർ ഭയന്നോടി. ഇന്ദ്രനും ദേവന്മാരും ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. വരലബ്ധിയാൽ ശക്തിയായി തീർന്ന മഹിഷിയെ തോൽപ്പിക്കാൻ ത്രിമൂർത്തികൾക്കും കഴിയുമായിരുന്നില്ല. ബ്രഹ്മദേവന്റെ വരത്താൽ അവൾ അജയ്യായി തീർന്നിരിക്കുകയാണ്. മഹാദേവന്റെയും എന്റെയും ശക്തിയും തേജസ്സും ഓജസ്സും ചേർന്ന് മഹിഷിയെ നിലംപരിശാക്കാൻ സാധിക്കും. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പുത്രന് മാത്രമേ മഹിഷിയെ ഇല്ലാതാക്കി ഭൂമിയെയും ദേവലോകത്തെയും രക്ഷിക്കാൻ കഴിയും. മഹാവിഷ്ണു വിചാരിക്കുന്നത് പോലെ. ഹര ഹര മഹാദേവ ഹര മഹാദേവ ഹരയോ മഹാദേവ ഹര ഹര മഹാദേവ ഹരയോ മഹാദേവ ഹര ഹര മഹാദേവ ഹരയോ. അങ്ങനെ ഹരിയുടെയും ഹരന്റെയും ചൈതന്യത്തിന്റെ സംയോഗഫലമായ താരകബ്രഹ്മമായ ശ്രീ ധർമ്മശാസ്ത്രാവ് ഭൂമിയിൽ അവതാരമെടുത്തു.
രാജകീയമായ